ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ നാണക്കേടെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് പ്രവചിച്ചിരിക്കുന്നത്. 2015-ലും 2020-ലും കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിരുന്നില്ല. ഇത്തവണയും അതിന് സമാനമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുക എന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. ശരാശരി കണക്കാക്കുമ്പോൾ 2 സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസിന് നേടാനാകില്ല എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം കോൺഗ്രസിന് ഒരു സീറ്റും ലഭിക്കില്ല. പീപ്പിൾസ് ഇൻസൈറ്റ് കോൺഗ്രസ് ഒന്നുകിൽ ഒരു സീറ്റും നേടില്ല, അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും നേടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. പിമാർക്കും ഇത് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഒരു സീറ്റ് നേടിയേക്കുമെന്നാണ് മാട്രിക്സിന്റെ പ്രവചനം. അതേസമയം ചാണക്യ സ്ട്രാറ്റജീസ് കോൺഗ്രസിന് 2 മുതൽ 3 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും എക്സിറ്റ് പോൾ ഏജൻസി നൽകുന്ന ഏറ്റവും ഉയർന്ന പ്രവചനവും ഇതുതന്നെയാണ്. ഒരു കാലത്ത് ഡൽഹിയിലെ ഏറ്റവും ശക്തിയായിരുന്ന കോൺഗ്രസിന്റെ പതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസിന് 2015-ലും 2020-ലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും നേടാനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJPക്ക് മുൻതൂക്കം എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കം പ്രവചിച്ചത് മൈൻഡ് ബ്ലിങ്ക് എക്സിറ്റ് പോൾ മാത്രമാണ്. AAP 44 മുതൽ 49 വരെ സീറ്റുകൾ നേടുമെന്നാണ് മൈൻഡ് ബ്ലിങ്ക് എക്സിറ്റ് പോൾ പ്രവചനം. മാട്രിക്സ് മാത്രമാണ് AAPയും BJPയും തമ്മിൽ കടുത്ത മത്സരം പ്രവചിക്കുന്നത്. മറ്റെല്ലാ എക്സിറ്റ് പോളുകളും ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിലേറുമെന്ന് പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസ് BJPക്ക് വൻ വിജയം പ്രവചിച്ചു. BJP 51 മുതൽ 60 സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. AAP 3-ാം ഊഴം തേടിയാണ് ഇത്തവണ കളത്തിലിറങ്ങിയത്. 27 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു BJPക്ക്. 15 വർഷം തുടർച്ചയായി ഭരിച്ച ശേഷം 2015-ലും 2020-ലും 0-ൽ വീണ കോൺഗ്രസ് ഇത്തവണ സ്കോർ ബോർഡ് ഇളക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. 15 വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിനെ തൂത്തെറിഞ്ഞാണ് 2015-ൽ AAP ഡൽഹി പിടിച്ചത്. മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും അന്ന് AAPക്ക് അനുകൂലമായിരുന്നു. അതേസമയം ഇത്തവണ മുസ്ലിം ദളിത് വോട്ടുകൾ നോട്ടമിട്ടാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയത്. മുഴുവൻ സീറ്റുകളിലും മത്സരിച്ചിരുന്നുവെങ്കിലും 20 സീറ്റുകളിലായിരുന്നു കോൺഗ്രസിന്റെ ശ്രദ്ധ. മുസ്ലിം ദളിത് വോട്ടുകൾ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും AAPക്കാണ് ലഭിച്ചത്. ഇത്തവണ AAPക്കും കോൺഗ്രസിനുമിടയിൽ ഈ വോട്ടുകൾ ഭിന്നിച്ചാൽ BJPക്ക് വഴി എളുപ്പമാകാനാണ് സാധ്യത. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് 6 മണിക്കാണ് അവസാനിച്ചത്. ഫെബ്രുവരി 8-നാണ് ഫലപ്രഖ്യാപനം.